നിങ്ങൾ വരുന്ന നോക്കോ വരൂട്ടാ. ഇങ്ങനെയാണ് പ്രധാനമായിട്ട് രാവിലെ തന്നെ ഉറക്കം വേണ്ടി ഇവിടെ നിർത്തിയിരിക്കുന്നത്. ഭയങ്കര പ്രതീക്ഷയാണ്. കാരണം രജനീകാന്തിന്റെ വേട്ടയം കഴിഞ്ഞുള്ളൊരു സിനിമ, രജനീകാന്ത് ലോകേഷ് ഒന്നിക്കുമ്പോൾ കമൽ ഫാനായ ലോകേഷ് രജനിയെ എപ്പോഴായിരിക്കും വെയിറ്റ് പണ്ടിരിക്കുക അങ്ങനെ നമുക്കൊരു ഇതുണ്ടല്ലോ, ആ ഒരു ത്വരയാണ്. ടിക്കറ്റ് കിട്ടിയായിരുന്നു എളുപ്പത്തിൽ. എന്റെ മുന്നേ ഭയങ്കര പാടായിരുന്നു. ബുക്ക് മൈ ഷോ വഴി രാവിലെ 9 മണി കഴിയുമ്പോൾ ഇവിടെ 10 മണിയാകുമ്പോൾ ഇവിടെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. തലേന്ന് രാത്രി ഒരു 12:30 1 മണിയായപ്പോൾ റിഫ്രഷ് ചെയ്ത് രാവിലെ 7:30 എണീറ്റ് റിഫ്രഷ് ചെയ്ത് 9 മണി കഴിഞ്ഞ് 9:45 ആയപ്പോഴേക്കും എനിക്കൊണ്ട് ഇവിടെ ഓപ്പണായി. അപ്പം എന്നിട്ടും 4 ടിക്കറ്റാണ് കിട്ടിയത്. അത് കിട്ടിയതിന് വലിയ ഭാഗ്യം. പിന്നെ ആളുകൾ ഇത് കാണുമ്പോൾ വിചാരിക്കും ഇതിനൊക്കെ പ്രാന്താണ് രാത്രി ഉറക്കം കിട്ടുന്നത്. ഇതൊക്കെ ത്രില്ലാണ്. ഒരു സിനിമ ഫൈലിനെ അതിനെ മനസ്സിലാവാം. അതുകൊണ്ട് ചോദിക്കാൻ LCU എല്ലാം ലോകേഷ് കഴിഞ്ഞ ദിവസം പോസ്റ്റ് ഇട്ടത് നിരാശയാണ്. നിരാശയില്ല, സത്യത്തിന്റെ സന്തോഷമാണ് ഉള്ളത്. കാരണം ലോകേഷിന്റെ എല്ലാ പടങ്ങൾ വരുമ്പോഴേ LCU ഒരു അമിത ഭാരമായിട്ട് മാറുന്നതായിട്ട് തോന്നുന്നുണ്ട്. കാരണം രജനീകാന്തിനെ പോലെ ഇത്രയും വലിയ സ്റ്റാർ LCUയുടെ ഭാഗമായി മാറിയാൽ ഇനി അങ്ങോട്ടുള്ള സിനിമകളിൽ അദ്ദേഹത്തെ കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാന്നുള്ളൊരു ബാധ്യതയായിട്ട് മാറും. ഇപ്പൊ തന്നെ കമലഹാസൻ, വിജയ്, സൂര്യ, കാർത്തി പോലെ വലിയ സ്റ്റാർസ് ഓൾറെഡി LCUയുടെ യൂണിവേഴ്സിന്റെ ഭാഗമാണ്. രജനീകാന്തിനെ കൂടെ അഫോർഡ് ചെയ്യേണ്ടി വരുമ്പോൾ ഈ സിനിമ കഥയ്ക്ക് വേണ്ടി എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാം, അത് ആ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയെ ബാധിക്കും, ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ഉണ്ടല്ലോ. അതിനൊക്കെ നല്ല തലൈവർ പടമായിട്ട് തന്നെ ഇരിക്കും, സ്റ്റാൻഡ് അലോണായിട്ട് ഇരിക്കട്ടെ. ഒരു ഭാഗത്തുണ്ട്, അതായത് സ്റ്റാൻഡ് അലോണായിട്ട് തന്നെ നിൽക്കട്ടെ സിനിമ എന്നതും ഒരു വിധത്തിലുണ്ട്. എങ്ങനെയുണ്ട് പ്രതീക്ഷകൾ? എങ്ങനെയാണ്? അടിപൊളിയായിരിക്കും. സൗബിൻ ആരാധകർ ഒരു ഭാഗത്തുണ്ട്, ഒരു ഭാഗത്ത് തലൈവർ ആരാധകരുണ്ട്. പ്രതീക്ഷ അതൊന്നും പറയുന്നത് സിനിമ എന്നെ പ്രതികരിക്കുന്നു എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. ബ്രോ പ്രതീക്ഷകൾ എങ്ങനെയുണ്ട് ബ്രോ? എന്തായാലും രാവിലെ ചെറിയൊന്നും പറയാതെ നോക്കാൻ തോന്നുന്നതിന് ക്യാമറയ്ക്ക് മുന്നിലാരും നിൽക്കുന്നില്ല. പക്ഷേ നമുക്ക് തന്ന പ്രതികരണങ്ങൾ വെച്ചിട്ട് നിലവിലത്തെ സാഹചര്യത്തിൽ വലിയ പ്രതീക്ഷകൾ തന്നെയാണ് ആരാധകർ നിൽക്കുന്നത്. പല റീസൺസും ഉണ്ട്. എന്തായാലും ഒരു വലിയ ക്ലാഷ് ഇന്നത്തെ ദിവസം ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വലിയ ക്ലാഷായ വാർട്ടവും കൂലിയും കൂടി എത്തി നിൽക്കുമ്പോഴേക്കും ബോക്സ് ഓഫീസ് കളക്ഷനുകളിൽ നേരെ വിപരീതമായിട്ട് നിൽക്കുകയാണ്. ചേട്ടാ എങ്ങനെയുണ്ട് പ്രതീക്ഷകൾ? രാവിലെ കഴിഞ്ഞിട്ട് വരുമ്പോൾ പ്രതീക്ഷയുണ്ട്. തലൈവർ പടം തലൈവരെ കാണാൻ വേണ്ടി വന്ന് ലോകേഷ് ആയിട്ട് തലൈവർ പടം ആയതുകൊണ്ട് വന്നു, ലോകേഷ് ആയതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് വന്നു. അതാണ് സാഹചര്യം. സോ ഇവിടെ വലിയ ബാനർ കൂലികൾ കെട്ടി വെച്ചേക്കുന്നതാണ്. പ്രതീക്ഷകളൊന്നുമില്ല.